അല്ലേ? അത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്താൽ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ സ്പേസിന് ഒരു ബേസിസ് ഉണ്ടാക്കാൻ പറ്റും. നോക്കുക, ഇവിടെ B0 W1 ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ B0 എക്സ്റ്റെൻഡ് ചെയ്തിട്ട് W1 എനിക്കൊരു ബേസിസ് ഉണ്ടാക്കാൻ പറ്റൂലേ? ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഞാൻ ഇവിടെ B0 എക്സ്റ്റെൻഡ് ചെയ്തിട്ട് B0 കുറച്ചുകൂടി ആൾക്കാർ ആഡ് ചെയ്തിട്ട് X1 എക്സെട്രാ XM ആഡ് ചെയ്തിട്ട് W1 ഞാനൊരു ബേസിസ് ഉണ്ടാക്കി. സോ ദിസ് B1 ഈസ് എ ബേസിസ് ഫോർ ദിസ് W1. ഇനി അതേമാതിരി തന്നെ ഈ B0 W2 സബ്സെറ്റ് അല്ലേ? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് അല്ലേ? അങ്ങനെ ഈ B0 എക്സ്റ്റെൻഡ് ചെയ്തിട്ട് W2 എനിക്കൊരു ബേസിസ് ഉണ്ടാക്കാൻ പറ്റൂലേ? ഞാൻ അതും ഇവിടെ ചെയ്തു. B0 എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിലേക്ക് സം n വെക്ടേഴ്സ് ആഡ് ചെയ്തിട്ട് W2 ഞാനൊരു ബേസിസ് ഉണ്ടാക്കി. അത് ഞാൻ B2 എന്ന് വിളിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താ അവിടെ ഒരു പുതിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെറ്റിൽ ആരെ കണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ W1 ഈ B0 യുകളൊക്കെ ഇവിടെ എഴുതി. പിന്നെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ W1 ബേസിസ് ഉണ്ടാക്കില്ല. എക്സുകൾ ആഡ് ചെയ്തിട്ട് ആ എക്സുകൾ ഇവിടെ വെച്ചു. പിന്നെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ W2 ഒരു ബേസിസ് ഉണ്ടാക്കില്ല. വൈകൾ ആഡ് ചെയ്തിട്ട് ആ വൈകളും ഇവിടെ വെച്ചു. നിങ്ങൾ പോസിറ്റ് മനസ്സിലാക്കുക. സോ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ പുതിയൊരു സെറ്റ് B ഉണ്ടാക്കി. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ദിസ് B ഈസ് എ ബേസിസ് ഫോർ W1 + W2 നമ്മൾ പ്രൂവ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് പ്രൂവ് ചെയ്യും. സപ്പോസ് അതൊക്കെ കാണിച്ചു വിചാരിക്കുക, ഇത് W1 + W2 ബേസിസ് ആണ് കാണിച്ചു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല വെരിഫൈ ചെയ്യാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പോസിറ്റ് ഞാനിവിടെ എഴുതാം, നിങ്ങൾ ആദ്യം പോസിറ്റ് ആലോചിക്കുക. സപ്പോസ് ദിസ് ഇസ് പ്രൂവ്ഡ്. ഇത് പ്രൂവ് ചെയ്തില്ല, പക്ഷേ ഇത് പ്രൂവ് ചെയ്തു വിചാരിക്കുക. പ്രൂവ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള എല്ലാ സബ്സ്പേസിൻ്റെ ബേസിസ് ഇപ്പോൾ നമ്മുടെ കയ്യിലെത്തി അല്ലേ? W1 ബേസിസ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, W2 ബേസിസ് നമ്മുടെ കയ്യിലുണ്ട്, W1 ഇൻ്റർസെക്ഷൻ W2 ബേസിസ് ഇവിടെ ഉണ്ട്. ഇനി ഈ W1 + W2 ബേസിസ് ഇത് നമ്മൾ പ്രൂവ് ചെയ്യുകയും ചെയ്യും അല്ലേ? സപ്പോസ് ഇറ്റ് ഈസ് ചെയ്തു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും ബേസിസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻ ഇവിടെ ചെയ്താൽ ഓക്കെ. ഞാൻ ആദ്യം W1 + W2 ഡയമെൻഷൻ ചെയ്തട്ടെ. അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ W1 + W2 ഡയമെൻഷൻ എന്ത് വരും? M + R + N വരും. ഇവിടെ എനിക്ക് അറിയാം M + R + N. ഇനി W1 ഡയമെൻഷൻ എന്താ? ഇവിടുന്ന് എന്താ കിട്ടുക? ഇവിടെ ടോട്ടൽ M + R എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ? സോ M + R വരും. അതേമാതിരി തന്നെ W2 ഡയമെൻഷൻ എന്ത് വരും? N + R വരും അല്ലേ? W1 ഡയമെൻഷൻ ഇതാണ്, W2 ഡയമെൻഷൻ ഇതാണ് അല്ലേ? ഇനി W1 ഇൻ്റർസെക്ഷൻ W2 ഡയമെൻഷൻ എന്താ? ഇതല്ലേ അതിൻ്റെ ബേസിസ്. അപ്പോൾ ഇതിൽ R എലമെൻറ്റ്സ് ആണ്. സോ R. ഇനി നിങ്ങൾ നോക്കൂ, ഇത് ഈക്വൽ ആണോ നോക്കൂ. ഈക്വൽ ആണ് അല്ലേ? മൈനസ് ആണ് അല്ലേ? ഇവിടെ M + R + N ആണ്. ഇനി ഇവിടെ നോക്കുക, M + N ഉണ്ട്, R + R 2R ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് R മൈനസ് ചെയ്യേണ്ട. അപ്പം റൈറ്റ് സൈഡിലും M + R + N വരും. അപ്പം ഇത് ഈ W1 + W2 ബേസിസ് ആണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് വെരിഫൈ ചെയ്യാം, ഈസിയാണ്. സോ നമ്മളെ കയ്യിൽ ബാക്കി എടുക്കുന്നത് ഇത് മാത്രമാണ്.